തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കവുമായി സർക്കാർ. കോർപ്പറേഷനിൽ നിന്ന് 200 കോടി രൂപ അടിയന്തരമായി ട്രഷറിയിലേക്ക് മാറ്റാനാണ് സർക്കാരിന്റെ ഉത്തരവ്. കോർപ്പറേഷന്റെ ഫണ്ട് വകമാറ്റാൻ വേണ്ടി സർക്കാർ സമ്മർദ്ദം ശക്തം. ഫണ്ട് മാറ്റുന്നത് ട്രഷറി നിയന്ത്രണം എന്ന പേരിലാണ്. 6 മാസത്തിനുള്ളിൽ പണം മാറ്റണമെന്നാണ് ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. കൂടുതൽ വിവരങ്ങൾ വിനീഷ് നൽകും. വിനീഷ്, തോറ്റ് തുന്നം പാടിയപ്പോഴുള്ള വിരല് പിടിക്കലാണോ ഇത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 200 കോടി രൂപ അടിയന്തരമായി പിൻവലിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് അടയ്ക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉത്തരവായി ഈ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. 18/11/2025 ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെയും കോർപ്പറേഷൻ സെക്രട്ടറി ഈ സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പണം ഇതുവരെയും ട്രഷറിയിലേക്ക് കൈമാറിയിട്ടില്ല. പക്ഷേ നിലവിൽ പുതിയ ഭരണസമിതി വരുന്നതോടുകൂടി ഈ പണം കൈമാറുന്നതിലൂടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കായിരിക്കും പുതിയ ഭരണസമിതി കടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. 200 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകമാറ്റണമെന്ന നിർദ്ദേശം തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നൽകുന്നത്. പുതിയ ഭരണസമിതി ചുമതലയേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ 200 കോടി രൂപ പിൻവലിക്കുന്നതിലൂടെ വലിയ ഭരണ പ്രതിസന്ധിയിലേക്ക് പുതിയ ഭരണസമിതി നീങ്ങാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിലൂടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മറ്റു പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, മറ്റു പദ്ധതികൾ ഇവയൊക്കെ നടപ്പിലാക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഫണ്ടില്ലായ്മ ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ സർക്കാർ പറയുന്നത് ഇത് നേരത്തെ പുറപ്പെടുവിച്ചതാണ്. പ്രത്യേകിച്ച് 18/11/2025 ഇറക്കിയ ഉത്തരവാണ്. ട്രഷറിയിലേക്കാണ് പണം അടയ്ക്കാനായി സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നീട് ട്രഷറിയിൽ പണം എത്തുന്നതോടുകൂടി സർക്കാരിൻ്റെ ഫണ്ടാക്കി അത് മാറ്റാനുള്ള നീക്കം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഇത്തരത്തിലുള്ളൊരു കത്ത് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അഡീഷണൽ റിസോഴ്സ് മൊബിലൈസേഷൻ ഓഫ് ഫണ്ട് ടു ട്രഷറി അക്കൗണ്ട്സ് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാണ് സബ്ജക്റ്റ് എഴുതിയിരിക്കുന്നത്. ഉടനെ തന്നെ പണം കൈമാറണമെന്ന ഒരു സമ്മർദ്ദം ഇപ്പോൾ പുതിയ ഭരണസമിതി, പ്രത്യേകിച്ച് BJP ഭരണത്തിലേക്ക് തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ BJP ഭരണസമിതിയിൽ വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 200 കോടി രൂപ ഉടൻ തന്നെ കൈമാറണമെന്ന നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. 18/11/2025 ഉത്തരവിറക്കിയിട്ട് പോലും ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദമാണ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മേൽ ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായിരുന്നാലും ഫണ്ട് നീക്കം ചെയ്യുമോ എന്നത്, അല്ലെങ്കിൽ തനത് ഫണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തനത് ഫണ്ട് സർക്കാരിലേക്ക് വകമാറ്റുമോ എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഭരണപ്രതിസന്ധിയിലേക്ക് പുതിയ BJP ഭരണസമിതി, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ പുതിയ ഭരണസമിതി അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവരെ യാതൊരു തരത്തിലും സപ്പോർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീക്കാനുള്ള പുതിയ ഭരണസമിതിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീക്കാനുള്ള സമീപനം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീഷ്, നമുക്കറിയാം ഈ ആര്യരാജേന്ദ്രന്റെ കീഴിലുള്ള ഭരണസമിതി ഒരു അഴിമതിയുടെ കൂത്തരങ്ങ് തീർക്കുകയായിരുന്നു നമ്മുടെ നഗരസഭയിൽ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഭരണസമിതി കയറുമ്പോൾ എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇതിനിടയിലാണ് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള കടുംവെട്ടിനുള്ള ശ്രമമൊക്കെ നടക്കുന്നത്, അല്ലേ വിനീഷ്? തീർച്ചയായിട്ടും വലിയൊരു കടും വെട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം നഗരസഭയോട് കാണിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 18/11/2025 ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിറക്കി ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഈ ഫണ്ട് പിൻവലിക്കാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല. പക്ഷേ പുതിയ ഭരണസമിതി ചുമതല ഏൽക്കുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പായി തന്നെ ഫണ്ട് സർക്കാരിലേക്ക്, ട്രഷറിയിലേക്ക് കൈമാറണം എന്നതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഡീഷണൽ സെക്രട്ടറി
ഫിനാൻസ് ആണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ആണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് ഈ ഉത്തരവ് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ഉത്തരവ് ഉണ്ടായിട്ട് പോലും കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് പെരുമാറ്റച്ചട്ടം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിന്നുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ കോർപ്പറേഷൻ സെക്രട്ടറി നീങ്ങിയിരുന്നില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പുതിയ ഭരണസമിതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ 200 കോടി രൂപ തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ട് ഉടനെ തന്നെ കൈമാറണമെന്ന സമ്മർദ്ദം സെക്രട്ടറിക്ക് മേൽ ഉണ്ടാകുന്നത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവുമായി ഇപ്പോൾ BJP തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ 200 കോടി രൂപ തനത് ഫണ്ടിൽ നിന്ന്, നഗരസഭയുടെ പ്രവർത്തനത്തിനുള്ള തനത് ഫണ്ടിൽ നിന്ന് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാരിലേക്ക് കൈമാറുമ്പോൾ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലേക്കാകും, നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മങ്ങലേൽപ്പിക്കും, അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കും എന്ന നിലപാട് തന്നെയാണ് BJP നേതാക്കളും BJP കൗൺസിലർമാരും ഇപ്പോൾ ആക്ഷേപമായി ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ ആക്ഷേപങ്ങൾ തന്നെയാണ് ഉയരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ BJP രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. രാഗി, എനിച്ച് നമുക്കറിയാം